ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ചുമരിൻ്റെ വാളാണ്. മാക്സിമം നമ്മൾ അടിപൊളിയാക്കി കൊടുക്കണം ഈ ഒരു വാള്. അതിന് നമ്മൾ ആദ്യം നൂലൊക്കെ പൊടിച്ച് മാർക്ക് ചെയ്തുകൊണ്ട് ഒക്കെ സെറ്റാക്കണം. നമുക്ക് നമ്മൾ ടാപ്പ് ഒട്ടിക്കണം. ടാപ്പ് ഒട്ടിക്കുന്നത് നമുക്ക് ചെറിയൊരു ഡിസൈൻ വരാൻ വേണ്ടി നമ്മൾ ടാപ്പ് ഒട്ടിക്കണം. അപ്പോൾ നമ്മളെ മോഡലിനനുസരിച്ച് ടാപ്പ് ഒട്ടിക്കുക. ഞാനിങ്ങനെ ഒരു നീളത്തിലാണ് ഒട്ടിക്കുന്നത്. ഇതാണ് നമുക്ക് വേണ്ടത്, ഒരു ചൂലും പുട്ടിപ്ലേയും. ഇത്ര മാത്രമുള്ള ഡിസൈന് നമുക്ക് വേണ്ട ആയുധങ്ങൾ. അപ്പോൾ നമ്മളൊരു ഭാഗത്ത് ഇങ്ങനെ പുട്ടിയൊക്കെ ഇട്ട് ലെവലാണ്. ഈ പുട്ടി എന്ന് പറഞ്ഞത് നമ്മൾ സാധാ നോർമൽ പുട്ടിയാണ് നമ്മൾ ചെയ്യുന്നത്. ടെസ്റ്റർ പുട്ടി ഒഴിവാക്കിയിട്ട് നമ്മൾ സാധാ നോർമലിലാണ് ചെയ്യുന്നത്. വീടിൻ്റെ ഉള്ളിലാകുമ്പോൾ വല്ലാതെ പരിക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് നമ്മൾ നോർമലി ചെയ്യണത്. അപ്പോൾ നമ്മളിങ്ങനെയാണ് ചെയ്യേണ്ടത്. പുട്ടിയിട്ട് കഴിഞ്ഞിട്ട് ആ ചൂലുകൊണ്ട് ഇങ്ങനെ നേരെ ലൈനിൽ വരച്ച് വെക്കുക. അപ്പോൾ അങ്ങനെ ഡിസൈൻ വരും. നമ്മൾ പല മോഡലും പല ആൾക്കാർ പല മോഡലും ചെയ്യേണ്ടത്. നമ്മൾ ഇതേ രൂപത്തിലാക്കി എടുത്തുകയാണ്. അപ്പോൾ ഏകദേശം പുട്ടിയൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ ടാപ്പ് ഇങ്ങനെ റിമൂവ് ചെയ്യാണ്. അപ്പോൾ അത് റിമൂവ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ ഡിസൈനുകൾ ചുമരുമ്പോൾ ഇങ്ങനെ ആയി വരും. ടാപ്പ് ഫുള്ള് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഡിസൈനിലായിരിക്കും നമ്മൾ വാൾ കാണും. ഇനി നമുക്ക് ഇതിന്മേൽ ബ്ലാക്ക് അടിച്ചിട്ട് വാഷ് ചെയ്യണം. അങ്ങനെ ഫുൾ ടാപ്പൊക്കെ പറിച്ചെടുത്ത് നമ്മളിങ്ങനെ ടാപ്പ് ചെയ്യണം. ഇത് ചെറുതായിട്ടൊന്ന് ബ്ലേഡ് ഓടിച്ചിട്ട് അതിൻ്റെ മേൽക്കൂടെ ഇങ്ങനെ ടാപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് ബ്ലാക്ക് ഫുള്ള് എമൽഷൻ കേട്ടോ. കുഴപ്പമില്ലാത്ത ബ്ലാക്കാണ് നമ്മൾ അടിക്കുന്നത്. എമൽഷൻ കുഴപ്പമില്ലാത്ത എമൽഷൻ അടിക്കുന്നത്. നല്ല ക്വാളിറ്റി വേണമെന്നില്ല. ഇതിൻ്റെ മേലെ നമ്മൾ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ക്ലിയറും കാര്യങ്ങളൊക്കെ കഴിക്കും. അപ്പോൾ കുഴപ്പമില്ലാത്ത രൂപത്തിൽ നിൽക്കും. അപ്പോൾ നമ്മൾ ഫുള്ള് ബ്ലാക്ക് അടിച്ചിടണം. ബ്ലാക്കും ഇതൊക്കെ ഉണങ്ങി കഴിഞ്ഞിട്ട് നമ്മൾ വാഷ് ചെയ്യണം. കോപ്പറിലാണ് നമ്മൾ ഫസ്റ്റ് വാഷ് ചെയ്യണം. ഈ 3-4 ഡിസൈന് സെപ്പറേറ്റ് ഒരു കളറിൽ നമ്മൾ വാഷ് ചെയ്യണം. അങ്ങനെ ഫുള്ള് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് വേണം വേറെ രൂപത്തിൽ മറ്റേ പാറ്റേണും കാര്യങ്ങളൊക്കെ 2 പാറ്റേണാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു പാറ്റേണിൽ ഇങ്ങനെ കള്ളിൻ്റെ ഉള്ളിൽ ഇട്ടിരിക്കുന്നത് ഫുള്ള് കോപ്പറിൽ നമ്മൾ വാഷ് ചെയ്യുന്നത് കണ്ടില്ല. ഇനി അടുത്ത് നമ്മൾ സിൽവറും കോപ്പറും ഗോൾഡും പാടെയാണ് ബാക്കിയുള്ളതൊക്കെ നമ്മൾ വാഷ് ചെയ്യുന്നത്. ഇത് നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം. കാരണം ഒരേ പാറ്റേണിൽ വേണം വാഷ് ചെയ്യാൻ. ലാസ്റ്റിക്ക് നമ്മൾ വാഷിങ്ങാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ്. ഫുള്ള് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് ലൈനും കാര്യങ്ങളൊക്കെ ഇടാനുണ്ട്. വാഷിങ് കഴിഞ്ഞിട്ടുള്ള വാഷിങ് നമ്മൾ സിൽവറിലും കോപ്പറിലും ബ്രൗണിലും ഗോൾഡിലൊക്കെ വാഷ് ചെയ്യുന്നുണ്ട്. അത് എല്ലാത്തിലും വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മളിങ്ങനെ ലൈൻ ഇടുന്നത്. ലൈന് ഫുൾ വൈറ്റ് ആണ്. ആ ചുമരിൻ്റെ അതേ കളറിലാണ് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ നമ്മൾ ലൈൻ ഇടുന്നത്. നമ്മളെല്ലാ ഡിസൈനും കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ചുമരിൻ്റെ രൂപത്തിലായിട്ട് കാണാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും കൂടുതൽ ആളുകൾക്ക് എത്തിക്കണം.